പിണറായിയോട് ഒരു കാര്യം പറയാനുള്ളത്, മധുരയിൽ പോയി കഫിയിടുകയും ഇവിടെ വന്ന് സംഘപരിവാറിന് ഓശാന പാടുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയും. നിങ്ങളുടെ പോലീസിന് DGP സ്ഥാനത്തും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും വത്സൻ തില്ലങ്കേരിയാണോ ഇരിക്കുന്നത് എന്ന് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസിൽ പോയി നോക്കുന്നത് നന്നായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ അതിഥികൾ, SIO-വിൻ്റെയും സോളിഡാരിറ്റിയുടെയും സംസ്ഥാന നേതാക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ചില നിമിഷങ്ങൾ, ചില സന്ദർഭങ്ങൾ, ചില കാലങ്ങൾ ഉണ്ടാവും. ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും അത്തരം കാലങ്ങൾ ഉണ്ടാവും. ഇന്ത്യയുടെ ചരിത്രത്തിലെ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു മുഹൂർത്തമായിരിക്കും ഇപ്പോൾ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ആ കാലത്ത് ജീവിച്ച ആളുകൾ എന്ന നിലയിൽ നാം അനിവാര്യമായി നിർവഹിക്കേണ്ടുന്ന, നമുക്ക് മേൽ നിർബന്ധിതമാക്കപ്പെട്ട കർത്തവ്യമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് അനീതിയാൽ നിർമ്മിക്കപ്പെട്ട, അനീതിയാൽ പടുത്തുയർത്തപ്പെട്ട ഒരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ട ഈ രാജ്യത്ത്, അങ്ങനെ ഒരു ഭരണകൂടം നിലനിന്ന ഈ കാലത്ത് ജീവിച്ച ആളുകൾ എന്ന നിലയിൽ ഈ കാലത്ത് നാം എന്ത് ചെയ്തു, നാം എന്ത് പറഞ്ഞു, നാം എന്തൊക്കെ പ്രവർത്തിച്ചു എന്നത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു തലമുറ വിലയിരുത്താൻ പോകുന്ന കാര്യമാണ്. അന്ന് നമുക്ക് അഭിമാനിക്കാൻ, അന്നത്തെ തലമുറ അഭിമാനത്തോടു കൂടി നമ്മെ ഓർക്കും. നമ്മളാരും മൗനികളായിരുന്നില്ല, നമ്മളാരും വെറുതെ ഇരുന്നിട്ടില്ല, നമ്മളാരും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സംഘപരിവാറിന്റെ തെട്ടൂരങ്ങൾക്ക് മുമ്പിൽ, ഭീഷണികൾക്ക് മുമ്പിൽ വഴങ്ങിയവരായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും, എന്ന് ഉറപ്പായും നമ്മെക്കുറിച്ച് ചരിത്രം വിലയിരുത്തും. കാരണം ഐതിഹാസികമായ പ്രക്ഷോഭങ്ങൾക്കാണ് കഴിഞ്ഞ 10 വർഷമായി നാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ എപ്പിസോഡിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ സോഷ്യൽ ഫാബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ഇന്ത്യ എന്ന ആശയം തന്നെ നിലനിൽക്കണോ വേണ്ടയോ എന്ന അതിനിർണായകമായ ഒരു ചോദ്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു സമുദായം എന്ന നിലയിൽ, മുസ്ലിം സമുദായം ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കണോ വേണ്ടയോ എന്ന അതിനിർണായകമായ ഒരു ചോദ്യം കൂടിയാണിത്. അതാണ് വഖഫ് ബില്ല് എന്ന രൂപത്തിൽ, വഖഫ് ഭേദഗതി നിയമം എന്ന രൂപത്തിൽ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഐതിഹാസികമായ ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. കേരളത്തിലെ വഖഫ് ഭേദഗതി നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും ഈ വിമാനത്താവള ഉപരോധം എന്നാണ് നമുക്കിവിടെ പ്രഖ്യാപിക്കാനുള്ളത്. ഇത് നേരത്തെ തൗഫീഖ് സാഹിബ്, ആദരണീയനായ സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഈ റാലിയുടെ, ഈ സമരത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ചതുപോലെ പിന്മടക്കമില്ലാത്ത പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണിത്. ആ പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ അതിന് പ്രതിബന്ധവും തടസ്സവുമായി നിൽക്കുന്ന എന്തെല്ലാം ശക്തികളും എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെയും തട്ടിമാറ്റി നാം നമ്മുടെ പോരാട്ടത്തിന്റെ പാതയിൽ മുന്നോട്ട് തന്നെ പോകും. അത് കൊണ്ടോട്ടി DYSPയുടെ വാറോലയായിരുന്നാലും ശരി, ഇവിടെയുള്ള ആളുകളുടെ ലാത്തിയായിരുന്നാലും ശരി, ഗ്രനേഡുകളും വാട്ടർ ഗണ്ണുകളായാലും ശരി, എല്ലാത്തിനെയും വകഞ്ഞു മാറ്റി പോകാൻ തീരുമാനിച്ചാൽ നാം മുന്നോട്ട് തന്നെ പോകും. അതിൽ ഇവിടുത്തെ ഒരു ഏമാന്മാർക്കും സംശയം വേണ്ടതില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പിണറായിയോട് ഒരു കാര്യം പറയാനുള്ളത്, മധുരയിൽ പോയി കഫിയിടുകയും ഇവിടെ വന്ന് സംഘപരിവാറിന് ഓശാന പാടുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയും. നിങ്ങളുടെ പോലീസിന് DGP സ്ഥാനത്തും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും വത്സൻ തില്ലങ്കേരിയാണോ ഇരിക്കുന്നത് എന്ന് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസിൽ പോയി നോക്കുന്നത് നന്നായിരിക്കും. UP പോലീസിന്റെ യോഗി ആദിത്യനാഥിന്റെ സ്റ്റഡി ക്ലാസ്
ക്ലാസും ട്യൂഷൻ ക്ലാസും കിട്ടിയ കേരളത്തിലെ പിണറായിയുടെ പോലീസ് ഇനിയെങ്കിലും മര്യാദക്കും മാനക്കും നിന്നില്ലെങ്കിൽ അടക്കി നിർത്താൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അടക്കി നിർത്തുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത് കൊണ്ട്, ബാരിക്കേഡ് ഇത്ര മറിച്ചിട്ടാൽ മതി എന്ന് തീരുമാനിച്ചത് കൊണ്ട് ഇത്ര മറിച്ചിട്ട ആളുകളാണ്. അതുകൊണ്ട് ഈ സമര പോരാളികളുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചതൊക്കെയും നടത്തിയിട്ട് ഇവിടെ നിന്ന് പോകൂ എന്ന് പോലീസിനും കേരളത്തിലെ സംഘപരിവാറിന് വിടുവേല ചെയ്യുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനോടും പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിഷയത്തെക്കുറിച്ച് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ധാരാളം അതിഥികൾ, നമ്മുടെ സംസ്ഥാന നേതാക്കളൊക്കെയും നമ്മോട് സംസാരിക്കാനുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും പേഴ്സണൽ ലോ ബോർഡ് അംഗവുമായ മാലിക് മുഅ്തസിം ഖാൻ അവറുകളാണ്. ഐ heartily welcome Malik Mu'tasim Khan for inaugurating this historic protest. Inshallah. Assalamu alaikum wa rahmatullahi wa barakatuh.